ഹലോ ഗൈസ്, വെൽക്കം ടു ചിൽ വേൾഡ്. അപ്പോൾ നമ്മുടെ അരാപ്പയിൽ നിന്നൊക്കെ ഒരു അക്വേറിയം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വേറിയം വെക്കാനുള്ള സ്റ്റാൻഡാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ അക്വേറിയത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 ഫീറ്റ് ആണ്. പിന്നെ വിഡ്ത്ത് 2 ഫീറ്റ്, ഹൈറ്റും 2 ഫീറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഏറ്റവും ടോപ്പ് പോർഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 5 ഫീറ്റിലും 2 ഫീറ്റിലും ഈ രണ്ട് പീസ് വെച്ച് കട്ട് ചെയ്ത് നമ്മൾ സ്പോട്ട് ചെയ്യുകയാണ്. 4 സൈഡും സ്പോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ 4 സൈഡും സ്പോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഇടയ്ക്ക് 2 പീസ് വെച്ച് അത് സ്പോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ സ്പോട്ട് ചെയ്ത സ്ഥലം നന്നായിട്ട് ഒന്നുകൂടെ സ്പോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചരിവ് അതെല്ലാം നേരെ ആക്കിയിട്ട് നന്നായിട്ട് ഒന്നുകൂടെ സ്പോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മളെ കാലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ മൊത്തം 6 കാലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ആംഗിൾ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ്. ചരിവും കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആംഗിളൊക്കെ നോക്കി കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് സ്പോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ അടുത്ത കാലിലും ചെയ്യുവാണ്. അതും ജസ്റ്റ് സ്പോട്ട് ചെയ്ത് അതിനുശേഷം നമ്മൾ കറക്റ്റ് ആംഗിൾ നോക്കിയിട്ട് നമ്മൾ ഫുള്ള് വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ 4 സൈഡ്സിലെ കാര്യം ചെയ്തിട്ട് 5-മത്തെ കാര്യം ചെയ്യുകയാണ്. നടുക്ക് 2 കാര്യം കൂടെ കൊടുക്കുന്നുണ്ട്. കാരണം ഇത്രയും വെയിറ്റ് നല്ല വരുമ്പോൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് സെൻറ്ററിൽ നിന്നും കൂടെ കാല് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ കാലുകൾ തമ്മിലൊരു ജോയിൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 3 പീസ് കട്ട് ചെയ്ത് 6 കാലിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇനി വട്ടം കൂടെ ഒരു പീസ് വെച്ച് വെൽഡ് ചെയ്താണ് 2 സൈഡിൽ. ഇപ്പോൾ എല്ലാം ഈ ഫൈനലായി ഒന്നുകൂടെ നന്നായിട്ട് സ്പോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ 6 കാലിന് താഴെയായിട്ടും ഓരോ ഡമ്മി പ്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെയിറ്റ് താങ്ങി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡമ്മി പ്ലേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ 6 കാലിൻ്റെ താഴെയും നമ്മൾ ആ ഡമ്മി പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത പൈപ്പ് മൊത്തം 1.25 ഇഞ്ചിൻ്റെ പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ 1.25 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഒരു 1/2 ഇഞ്ചിൻ്റെ പൈപ്പ് വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്വേറിയം തള്ളിപ്പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ 1.25 ഇഞ്ച് പൈപ്പിൻ്റെ മുകളിലായിട്ട് സൈഡിലാണ് നമ്മൾ ഈ 1/2 ഇഞ്ചിൻ്റെ പൈപ്പ് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് അക്വേറിയം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 സൈഡിലും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഗ്യാപ്പിൽ മൊത്തവും നമ്മൾ പൈപ്പ് വെച്ച് വെൽഡ് ചെയ്യുകയാണ്. ചെറിയ പൈപ്പ് കട്ട് ചെയ്ത് നമ്മൾ വെൽഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിൽ തന്നെ നമ്മൾ 3 പീസ് വെച്ച് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കുവാണ്. പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറാണ് അടിക്കുന്നത്. അപ്പോൾ ഇതിന് ചില സ്ഥലത്തൊക്കെ നല്ല തുരുമ്പുണ്ട്. നമ്മൾ ഇച്ചിരി പഴയ പൈപ്പൊക്കെ വെച്ചുകൊണ്ട് ചെറുതായിട്ട് തുരുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും എല്ലാം നമുക്ക് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് മൊത്തം നന്നായിട്ടൊന്ന് ചെയ്തതിന് ശേഷം നമ്മൾ പെയിൻ്റ് അടിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് നമ്മൾ മൊത്തം ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പൈപ്പും നന്നായിട്ട് തേച്ച് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തുരുമ്പടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് സാൻഡ് പേപ്പർ ഇട്ട് നമ്മൾ ഉരച്ച് കളയുന്നത് തുരുമ്പെല്ലാം. അപ്പോൾ നമ്മൾ എല്ലാ പൈപ്പും നമ്മൾ നന്നായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ അവിടെ അക്വേറിയത്തിൻ്റെ സ്റ്റാൻഡ് നമ്മൾ മൊത്തം നന്നായിട്ട് നമ്മൾ സാൻഡ് പേപ്പറിട്ട് നന്നായിട്ട് ഉടച്ച് കളഞ്ഞിട്ടുണ്ട് തുരുമ്പെല്ലാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു തുണി എടുത്തിട്ട് മൊത്തം ഒന്ന് തുടച്ച് അതിൻ്റെ നമ്മളിപ്പോൾ സാൻഡ് പേപ്പറിട്ട് ഉരയ്ക്കുമ്പോൾ നല്ലതായിട്ട് പൊടിയുണ്ട്, ആ പൊടി മൊത്തം നമ്മൾ നന്നായിട്ട് തുടച്ച് കളയുകയാണ്. അപ്പോൾ നമ്മൾ തുണി വെച്ച് നന്നായിട്ട് എല്ലാ സൈഡിലെയും പൊടി നമ്മൾ തുടച്ച് കളയുന്നുണ്ട്, എല്ലാ പൈപ്പിലെയും. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ നമ്മൾ ഇനി പ്രൈമർ അടിക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമർ, ബ്രൗൺ കളർ പ്രൈമറാണ്. ഇപ്പം നന്നായിട്ട് ഇത് കട്ട പിടിച്ചിരിക്കുകയാണ്, അപ്പോൾ നന്നായിട്ട് നമുക്ക് സ്റ്റിക്കിട്ട് നന്നായിട്ട് ഇളക്കി ലൂസാക്കി എടുക്കണം. നമ്മൾ ഒരു വടി കൊണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിയപ്പോൾ അതിൻ്റെ കറക്റ്റ് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ വേറെ ഒരു ടിന്നെടുത്തിട്ടുണ്ട്, ആ ടിന്നിലോട്ട് ഒഴിക്കുകയാണ്. ഇപ്പം നമ്മളൊരു കാൽഭാഗം നിറച്ചിട്ടുണ്ട്, നിറച്ചതിന് ശേഷം നമ്മൾ ഇച്ചിരി ടിന്നറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ടിന്നർ ചേർക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങാനും ടിന്നർ സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടിന്നർ വയ്ക്കുന്നത്. ഇത് പെയിൻ്റ് ഒരു ഇച്ചിരി ലൂസാകാനും കൂടെ വേണ്ടിയിട്ടാണ് ടിന്നർ യൂസ് ചെയ്യുന്നത്. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്റ്റാൻഡിലേക്ക് കിടത്തിയിട്ടിട്ട് നമ്മൾ ഏറ്റവും താഴ്ഭാഗമാണ് ആദ്യം പെയിൻ്റ് അടിക്കുന്നത്. താഴ്ഭാഗം അടിച്ചതിന് ശേഷം നമ്മൾ കമത്തിയിട്ട് മേൽഭാഗം അടിക്കും. അപ്പോൾ നമ്മൾ താഴ്ഭാഗം മൊത്തമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കമത്തിയിട്ട് മേളിൽ നിന്ന് അടിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. താഴത്ത് ഇനി നോക്കേണ്ട കാര്യമില്ല, താഴത്ത് നമ്മൾ മൊത്തവും കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴത്ത് അടിച്ച പോലെ തന്നെ നമ്മൾ മേളിൽ ഫുള്ള് നമ്മൾ പെയിൻറ്റ് സ്റ്റാൻഡ് മൊത്തം നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നേരത്തെ പോലെയല്ല, കാണാനൊക്കെ നല്ലൊരു വൃത്തിയുണ്ട് കാണാനൊക്കെ സ്റ്റാൻഡിന്. ഇത് പെട്ടെന്നൊന്നും അങ്ങനെ തുരുമ്പടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാകത്തില്ല ട്രാക്ടർ അടിച്ചുകൊണ്ട്. ഇതാണ് നമ്മുടെ മൊത്തം സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് ഇങ്ങനെ സൈഡിൽ ഓടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വേറിയം തള്ളിപ്പോയിരിക്കാനും ഇതിൻ്റെ അകത്താണ് അക്വേറിയം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അയൺ ഷീറ്റ് എടുത്ത് നമ്മൾ ഇതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത അളവ് എടുത്ത് കൊണ്ടുപോയി നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ചെറിയൊരു മെഷർമെൻറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ അക്വേറിയം ചെയ്യണതിൻ്റെ വീഡിയോ ആണ്, അത് പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്.